പരസ്യപ്രചാരണത്തിന് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വലിയ ആവേശത്തിലാണ് നിലമ്പൂർ. LDF ക്യാമ്പിന് കൂടുതൽ ആവേശം പകർന്ന ഇന്നലെ മുതൽ മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ട്. ഇന്നലെയും ഇന്നുമായി 4 പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തത്. എടക്കര പഞ്ചായത്തിലും ഒപ്പം തന്നെ മുണ്ടയിലുമായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങൾ ഉണ്ടായിരുന്നത്. എം സ്വരാജിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നിലമ്പൂരിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അമൽനാഥ് പാടിച്ചാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുഖ്യമന്ത്രി നിലമ്പൂരിലെ 2 പൊതുയോഗങ്ങളിലാണ് ഇന്ന് പങ്കെടുത്തത്. എടക്കരയിലും ഒപ്പം തന്നെ വഴിക്കടവിലും. ഈ 2 പൊതുയോഗങ്ങളിലേക്കും ആയിരങ്ങളാണ് ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പ്രതികൂല കാലാവസ്ഥയായിരുന്നു, നല്ല മഴയായിരുന്നു നിലമ്പൂരിലെ എല്ലാ ഭാഗങ്ങളിലും. എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വലിയ ഒരു ജനത്തിരക്കു തന്നെ ഈ പൊതുയോഗങ്ങളിൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ 9 വർഷക്കാലമായി സംസ്ഥാനത്തുണ്ടായ എല്ലാ വികസനങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോട് സംസാരിച്ചത്. അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ, ആരോഗ്യ മേഖലയിലാണെങ്കിൽ, വ്യവസായ മേഖലയിലാണെങ്കിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും കഴിഞ്ഞ 9 വർഷക്കാലമായി വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടി LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വ്യവസായ സൗഹൃദ അന്തരീക്ഷം മികച്ച രീതിയിലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അപ്പോൾ തന്നെ ബഹുരാഷ്ട്ര കമ്പനികളടക്കം കേരളത്തേക്ക് എത്തുന്ന സാഹചര്യം, അങ്ങനെ വലിയ മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ 9 വർഷമായി സർക്കാരിന്, LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയ വിവാദം ഈ ക്ഷേമ പെൻഷനുമായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേമ പെൻഷനെ UDF അത് കൈക്കൂലിയാണ് എന്നായിരുന്നു ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് 2016 തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും ആദ്യം ചെയ്തത് 18 മാസമായി കുടിശ്ശിക വരുത്തിയ UDF കുടിശ്ശിക വരുത്തിയ ക്ഷേമ പെൻഷൻ അത് കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി കൊടുത്തു തീർക്കാൻ വേണ്ടി LDFന് സാധിച്ചു. പിന്നീട് ആ ഒരു പെൻഷനിൽ വർധനവുണ്ടാക്കുന്നു. 600 രൂപ എന്നത് 1600 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. ആ 1600 രൂപ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇതിനെയൊക്കെയാണ് കൈക്കൂലി എന്ന് UDF ആരോപിച്ചത്. ഇത്തരത്തിൽ എന്ത് രീതിയിലുള്ള ആരോപണം ഉണ്ടായാലും ഇത്തരം പ്രവർത്തികളിൽ നിന്നും ഒന്നും തന്നെ LDF പിന്മാറില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ UDFന്റെ കാലത്ത് പല പദ്ധതികളും നടക്കില്ല എന്നായിരുന്നു ജനങ്ങൾ കരുതിയിരുന്നത്. ഒപ്പം തന്നെ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു മനോഭാവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ LDF അധികാരത്തിൽ വന്നതോടുകൂടി നടക്കില്ല എന്ന് കരുതിയിരുന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു. അത്തരത്തിൽ വലിയ ഒരു വികസനം തന്നെയാണ് സംസ്ഥാനത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ്, അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്നു. ഇപ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴും ജനങ്ങൾ അത്തരത്തിൽ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു വലിയ വിജയത്തിലേക്കാണ് നിലമ്പൂരിൽ LDF പോകുന്നത് എന്നും കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്ന് നടന്ന 2 പൊതുയോഗങ്ങളിലും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു തിരക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായുള്ള എല്ലാ വികസന നേട്ടങ്ങളെയും എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി ആ ഒരു പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു ആവേശം തന്നെ മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിൽ എത്തിയതോടുകൂടി ഇപ്പോൾ ഈ ഒരു LDF ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത്. നാളെ 3 ഇടങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് LDF പൊതുയോഗങ്ങളിൽ.